The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते। बहुत खुशी छात्रों के लिए मेरी ओर से एक बार भी हिंदी कक्षा के लिए स्वागत। ठीक है, क्योंकि रोज़ हम लोग देखते हैं इसलिए मुझे जानते हैं आप सब बहुत खुशी हैं। सभी समय लिखते लिखते आप तो बहुत अच्छा बन गया। वो सही है क्या? अभी परीक्षा के लिए स्पीड ज़रूर मिलेंगी आपको, क्योंकि उतना अभी लिख रहा है। लेकिन फिर भी मैं आज आपके लिए बहुत छोटी एक कविता आपके सामने देना चाहता हूँ। ठीक है, एक कविता ऐसा है, आत्मी का चेहरा। बहुत छोटी कविता, इसलिए मैं आज यही कविता आपको देता हूँ। ठीक है, तो कविता की ओर। ശ്രമം तो एक पूजा है। ശ്രമം ഇവിടെ ഉദ്ദേശിച്ച പണി, അധ്വാനം എന്നുള്ളത് ഒരു പൂജയാണ്. ജിസ്മേ ന കോയി ഊഞ്ച ഓർ ന കോയി നീച്ച, അതിൽ ഉന്നതനെന്നോ താഴ്ന്നവനോ എന്നുമില്ല. കാരണം ജില്ലാ കളക്ടറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ മാന്യത, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉള്ള ഒരു പിയൂൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാന്യത. നമ്മളെപ്പോഴും നമ്മുടെ സ്കൂളിൽ പറയാറുണ്ട്, മെസ്സിലെ ചേച്ചിമാരെന്നുള്ളതും ഈ പറയുന്ന ഗേറ്റിൽ നിൽക്കുന്ന വാച്ച്മാൻമാരെ കുറിച്ചും നമ്മുടെ ഓഫീസിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചും എല്ലാം നമ്മൾ എടുത്തെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. അവരൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആനുവൽ ഡേ ആയാലും നമ്മുടെ ഏത് പ്രോഗ്രാം ആയാലും നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. ശരിയല്ലേ? യാതൊരു സംശയമില്ല. കാരണം ഓരോരുത്തരുടെ അധ്വാനത്തിനും അതിൻ്റെതായ മഹത്വം ഉണ്ട്. നിങ്ങളായാലും ഭാവിയിൽ നിങ്ങൾ പല ജോലിയിൽ പോകുന്നവരായിരിക്കും. അപ്പോൾ അവൻ്റെ ജോലി അല്ലെങ്കിൽ അവളുടെ ജോലി അതാണ് ശരി, അല്ലെങ്കിൽ അത് മാത്രമാണ് മാന്യത എന്നൊരിക്കലും കരുതാതിരിക്കുക. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്. ठीक है, അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ കവിതയും. हमारे देश का विकास तन तोड़ मेहनत करने वाला मजदूर, किसान, कर्मचारी आदि पर निर्भर है. നമ്മുടെ ദേശത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് എല്ലുമുറിയെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരുടെയും ഈ പറയുന്ന കർഷകരുടെയും കർമ്മചാരി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും നിർമ്മിതമാണ്, അതിൽ നിഹിതമാണ്. पर कभी कभी हम राष्ट्र के उत्थान में, പക്ഷേ ചില സമയത്ത് നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉൻകി ഭൂമിക को भूल जाते हैं, അവരെ മറന്നു പോവാറുണ്ട്. उसकी याद दिलाने वाली एक कविता पढ़े. അങ്ങനെ അവരെ ഓർക്കുന്ന ഒരു കവിത ഇന്ന് നമുക്ക് പഠിക്കാം. ठीक है, आत्मी का चेहरा. बहुत छोटी कविता. कुली पुकारते ही कोई मेरे अंतर चोखा, एक आत्मी आकर गड़ा हो गया मेरे पास. കുലി എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ കുലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഓടി വരാറുണ്ട്, നമ്മുടെ സാധനങ്ങൾ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉറക്കെ വിളിക്കുന്ന കുലി എന്ന് വിളിക്കുന്ന ആ ശബ്ദം, പുക്കാർത്തേ ഹി കോയി മേരെ അന്തർ ചോക്ക എന്ന് പറഞ്ഞാൽ ആ വിളി എൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി, എന്നെ ഒന്ന് ഞെട്ടി ഉണർത്തി. ഏക് ആത്മി ആക്കർ ഗഡാ ഹോ ഗയ മേരെ പാസ്, എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വ്യക്തി വന്ന് നിൽക്കുക ഉണ്ടായി. സമാൻ സിർപ്പല്ലാത്തെ, ആ സാധനങ്ങൾ മുഴുവൻ തലയിൽ വെച്ചുകൊണ്ട് മേരെ സ്വ അഭിമാൻ സെ 10 കദം ആകെ ബഡ്നെ ലഗാ വൂ, കാരണം ഞാൻ നടക്കുന്നതിനേക്കാൾ എൻ്റെ മുമ്പിൽ ഒരു 10 അടി മുമ്പിലായിട്ട് ആ സാധനങ്ങൾ മുഴുവൻ തലയിൽ വെച്ച് ബാഗുമെടുത്ത് അദ്ദേഹം മുമ്പിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. മേരെ സ്വ അഭിമാൻ സെ, കാരണം വളരെ അഭിമാനത്തോടു കൂടി 10 കദം ആകെ 10 അടി മുമ്പിലായിട്ട് ബഡ്നെ ലഗാവൂ, കാരണം നടക്കാൻ തുടങ്ങി, അദ്ദേഹം മുന്നേറാൻ തുടങ്ങി. वो सामान सिर पर लाते, എല്ലാ സാധനങ്ങളും അദ്ദേഹം തലയിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോയത്. मैंने उसके चेहरे से उसे कभी नहीं पहचाना, നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടേ ഇല്ല. मैंने उनके चेहरे से उसे कभी नहीं पहचाना, അദ്ദേഹത്തിൻ്റെ മുഖം ഞാനൊന്ന് കണ്ടിട്ട് പോലും ഇല്ല. केवल उस नंबर से जाना, ആ നമ്പർ മാത്രം, അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള ആ നമ്പർ മാത്രം, കാരണം ഓരോ കൂലികൾക്കും അവരുടെ നമ്പർ ഉണ്ടാവും, യൂണിഫോമിൽ തൂക്കി കിടക്കുന്ന നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പർ മാത്രമാണ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പല ആൾക്കാരും അങ്ങനെ തന്നെയാണ്.
കാരണം അധ്വാനിക്കുന്ന സമയത്ത് അവരെ ഒന്നും നേരെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രം. ഇപ്പോൾ ഷൂവോ മറ്റോ ഒക്കെയാണ് പോളിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും റോഡ് സൈഡിൽ. നമ്മൾ അദ്ദേഹത്തിന് നോക്കുന്നേ ഉണ്ടാവില്ല. നമ്മുടെ ഷൂ മുമ്പിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുന്നു, ആ ഷൂ വാങ്ങുന്നു, അങ്ങനെ മുഖത്ത് പോലും നോക്കാത്ത പൈസ കൊടുത്ത് പിരിയുന്ന ആൾക്കാർ പോലും ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർ ചെയ്ത ആ പണിയോ, കാരണം ആ ഷൂവിനെ പോളിഷ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമായി നടത്താനാണ് നമ്മളെ പ്രാപ്തരാക്കിയത് അവർ. അല്ലെങ്കിൽ അത്രയും അഭിമാനത്തോടുകൂടി നടക്കാൻ പാകത്തിന് ഷൈനിങ് ആക്കിയിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുപോലെയാണ് ഈ കവിതയിൽ പറയുന്നത്. ഞാൻ ആ നമ്പർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല. കേവൽ ഉസ് നമ്പർ സെ ജാന ജോ ഉസ്കി ലാൽ കമീസ് പർ ടാങ്ക ഹോത്ത. അദ്ദേഹത്തിൻ്റെ ആ ചുവന്ന ലാൽ കമീസ്, ആ ചുവന്ന അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ തൂക്കിയിട്ടിട്ടുള്ള ആ നമ്പർ, അത് മാത്രമാണ് എനിക്കറിയുന്നത്. ആ ജബ് അപ്നാ സാമാൻ ഗുദ് ഉടായ, ഇന്ന് ഞാൻ ആ കൂലിയില്ലാത്ത സമയത്ത്, ആരും സാധനങ്ങൾ എടുക്കാൻ വരാതെ ഇരുന്ന സമയത്ത് എൻ്റെ സാധനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ഞാൻ എടുക്കേണ്ടതായി വന്നപ്പോൾ ഏക് ആത്മിക ചെഹ്റ യാതായ, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. മുഖം കാണണമായിരുന്നു എന്ന തോന്നൽ എനിക്ക് ഉണ്ടായത്. कुंवर नारायण की छोटी कविता, ठीक है, इसलिए मैं एक कविता आज आपको दिया है, बहुत छोटी है इसलिए, ठीक है. कैसे लगा? बहुत अच्छा लगे क्या? तो आप लोग भी अपने समाज में जो काम करने वाला है वो सबको हम तो रेस्पेक्ट करना है, आदर करना है, उन्हें सल्यूट करना है, ठीक है. क्योंकि बाद में आप लोग भी भिन्न भिन्न काम के लिए जाने वाला है, तो आप लोगों को भी ऐसे आदर मिलना है, तो ज़रूर आप लोग औरों को आदर करना है. कुंवर नारायण का जन्म उत्तर प्रदेश के फैजाबाद में 1927 को हुआ. आघे द्वारा संपादित तीसरा सप्ताह के प्रमुख कवि कुंवर नारायण नई कविता आंदोलन के सशक्त हस्ताक्षर हैं. कविता के अलावा कहानी, समीक्षा और सिनेमा में उन्होंने लेखनी चलाना पेना चलिपिचू नर्तव. चक्रव्यूह, अपने सामने कोई दूसरा नहीं, इन दिनों आदि उनके प्रमुख काव्य संग्रह हैं. देश के सर्वोच्च साहित्य पुरस्कार ज्ञानपीठ से 2005 में वे सम्मानित हुए. 2005 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. मेरी कोच, कुली को आत्मी के रूप में पहचानने से पहले कुली के साथ कवि की यात्रा कैसी थी, वो आपको जानते हैं. कुली को आत्मी मानने के पहले कवि ने उसको किस रूप से पहचानता था, किस प्रकार वो जानता है. समान गुद उड़ाते वक्त कवि के दिमाग में कौन सा विवेक पैदा हुआ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് ചിന്തയാണെന്ന് വന്നത്. कुली कहकर पुकारने पर कवि को क्यों लगता है कि कुली नहीं एक इंसान आकर उसे पास गड़ा हो गया, എന്തുകൊണ്ടാണ് ആ കൂലി എന്ന ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു മനുഷ്യനാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് തോന്നിയത്. ആദ്യമൊന്നും അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വയം സാന്ത്വനങ്ങൾ എടുത്ത് നടന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ തോന്നലുണ്ടായത്. പിന്നീട് എപ്പോഴും ആ കൂലി എന്ന ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനുഷ്യരൂപമാണ് മുന്നിൽ വരുന്നത്. കവിത തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ठीक है, कविता की आस्वादन टिप्पणी लिखे और कविता के आधार पर संगोष्ठी चलाएं. संगोष्ठी का विषय किसी काम धंधे का महत्व केवल उस काम पर निर्भर नहीं होता, बल्कि काम करने वाले की ईमानदारी पर भी निर्भर होता है. കാരണം ജോലിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ജോലിയിൽ മാത്രമല്ല, ആ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും നിലകൊള്ളുന്നു. ഇതിനെ ആസ്പദമാക്കി സെമിനാർ. ठीक है, वो लिखकर आप तो मुझे भेज देना है. ठीक है. कविता एक नसर. आज कवि ने अपना माल गुद उठाया. कवि ने माल ढोने का दर्द पहचान लिया. कुली पुकारने पर एक आदमी कवि के पास आकर गड़ा हो गया. पहले जब कुली माल उड़ाता था तब कवि उसे 10 कदम पीछे चलता था. कवि को लगता था कि वो कुली से हर हाल में श्रेष्ठ हैं. उन यात्राओं में कभी भी कुली के चेहरे की पहचान कवि को नहीं थी. उन यात्राओं में केवल उनकी लाल कमीज पर टंगे नंबर से ही उसे पहचाना था. നമുക്ക് വേണ്ട പോയിന്റ്സുകളാണ് ഈ തന്നിട്ടുള്ളത്. ഈ പോയിന്റ്സിനെ കവിതയുമായി कंपेयर ചെയ്ത് व्याख्या करना है, आस्वादन टिप्पणी लिखना है. केवल इतना है. ठीक है, तो आज की कक्षा केवल इतना है. ठीक है, तो अच्छा, धन्यवाद सबको और अच्छे दिन की शुभकामनाएं. बाद में मिलेंगे कक्षा में. ठीक है, तो अच्छा, बाय.